السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി ഞാൻ നിലവിൽ മക്കയിലാണുള്ളത്. ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴാണ് അള്ളാഹുവിൻ്റെ വിധി വന്നത്. അൽഹംദുലില്ലാഹ് മറ്റു ഗ്രൂപ്പുകളുടെ അമീറൊന്നുമായിട്ടല്ല വന്നത്. പക്ഷേ എന്നാലും ഇവിടെ വന്നപ്പോൾ പല സ്ഥലങ്ങളും കാണുന്ന സമയത്ത് അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരും പലപ്പോഴും പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് എന്തുമാവട്ടെ, ഒരുപാട് നാളത്തെ ആഗ്രഹം. ഇപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടായതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭൂരിഭാഗം ഉമ്മമാർക്കും ഉപ്പമാർക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാകും ഇവിടെ ഒന്ന് വരാൻ. വന്നവർക്ക് വീണ്ടും വരാൻ ഒരുപാട് ആഗ്രഹമുണ്ടാവും. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ റജബ് മാസം അത് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തമായിട്ടുള്ള ദുആകളിലും കൂട്ടമായ ദുആകളിലും അല്ലാഹുവേ റജബിലും ഇനി വരുന്ന ശഅബാനിലൊക്കെ ബറക്കത്ത് നൽകണം, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമെന്നുള്ള ആ ഒരു ദുആ മുഅ്മിനീങ്ങളായ എല്ലാവരും മനസ്സ് പിടഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ബറക്കത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് പലപ്പോഴായി നമ്മൾ പല വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും സാന്ദർഭികമായി എൻ്റെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് അത് അല്ലാഹു തആല ചില വസ്തുക്കളിൽ, ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പരിശുദ്ധമായ പള്ളികൾ അത് ബറക്കത്തിൻ്റെ സ്ഥലമാണ്. മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ വീടുകൾ അതും ബറക്കത്തിൻ്റെ സ്ഥലമാണ്. അൽഹംദുലില്ലാഹ് ഞാനിപ്പോൾ ഈ വോയിസ് നിങ്ങളിലേക്ക് അയക്കുന്നത് പരിശുദ്ധമായ ഹറമിൽ വെച്ചാണ്. മക്കയിൽ പരിശുദ്ധമായ ഹറമിൻ്റെ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റൂമിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം അയക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ ഹോട്ടലും അതുപോലെ തന്നെ ഇവിടെ ഉംറക്ക് വന്നിട്ടുള്ള ഹജ്ജിന് വന്നിട്ടുള്ള ആളുകൾക്കറിയാം, മക്കയുടെ കഅബയുടെ പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരത്ത് ഒരുപാട് ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകൾ, റൂമുകൾ ഇതൊക്കെ ഹറമിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. അതായത് മസ്ജിദുൽ ഹറമിൽ നമ്മൾ എന്തെല്ലാം മര്യാദകൾ പാലിക്കണമോ അതുപോലത്തെ മര്യാദകൾ നമ്മൾ ഇവിടെയും പാലിക്കണമെന്നാണ്. കാരണം തൊട്ടടുത്ത് തന്നെയാണ് കഅബയുള്ളത്, പരിശുദ്ധമായ കഅബ ഷരീഫ് ഉള്ളത്. ആ കഅബ ഷരീഫ് അത് ബറക്കത്തിൻ്റെ സ്ഥലമാണ്. മസ്ജിദുൽ ഹറം അത് ബറക്കത്തിൻ്റെ സ്ഥലമാണ്. ഇനി ഇൻഷാ അല്ലാഹ് 2 ദിവസം കൂടി കഴിഞ്ഞാൽ പോകുന്ന മദീന അതും വലിയ ബറക്കത്തിൻ്റെ സ്ഥലമാണ്. കാരണം അവിടെ കിടക്കുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിതങ്ങളുടെ വലിയ മഹത്തായ ആ ഒരു ജസദ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുണ്യമായ സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് മദീനയെ പറ്റിയുള്ള ഒരുപാട് വിശദീകരണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ പറഞ്ഞു വന്നത് ബറക്കത്തുള്ള സ്ഥലമാണ് ഈ ഹറമിൻ്റെ പരിസരങ്ങൾ. അതുപോലെ തന്നെ ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലങ്ങൾ, ദുആ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ബറക്കത്തുള്ള സ്ഥലങ്ങളാണ്. ബറക്കത്തുള്ള വസ്തുക്കളാണ് പരിശുദ്ധമായ ഖുർആൻ. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ. ഒരു മുഅ്മിൻ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് എന്ത് ചെയ്യുന്നു അതൊക്കെ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാകുന്ന, ബറക്കത്ത് ചൊരിയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ അള്ളാഹു അതിൽ നമുക്ക് ബറക്കത്ത് നൽകുമെന്നാണ്. അപ്പോൾ ബറക്കത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, ബറക്കത്തുള്ള വസ്തുക്കൾ പറഞ്ഞു. അതുപോലെ ബറക്കത്തുള്ള ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ രാവുകൾ, പകലുകൾ. അത് പരിശുദ്ധമായ ഹറമിൽ വെച്ചാണ് ഈ റജബ് മാസത്തിൻ്റെ രാവും പകലുമെങ്കിൽ അതിൽ ബറക്കത്ത് ഏറുകയാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളികളെ കണ്ടു. അതിൽ നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ഉപ്പമാരെ കണ്ടു, ഉമ്മമാരെ കണ്ടു. അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇവിടെ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ഉംറകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ അവരൊക്കെ ഈ ഹറമിൽ വരുവാനും പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിക്കുവാനും അതുപോലെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനൊക്കെ വലിയ ആഗ്രഹമുള്ളവരാണ്. നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ വെച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും ശിഫാ നൽകുമാറാവട്ടെ.
നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. കടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അള്ളാഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഉംറ കർമ്മം അതൊരു മനുഷ്യൻ അവൻ്റെ ശാരീരികമായ, സാമ്പത്തികമായ, അതുപോലെ തന്നെ വഴിപരമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ അവന് വന്ന് നിർവഹിക്കൽ ഏറ്റവും അനിവാര്യമാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകാർ നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും അതുപോലെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലായി 80 പേരടങ്ങുന്ന ഗ്രൂപ്പ്, 40 പേരടങ്ങുന്ന ഗ്രൂപ്പ്. അൽഹംദുലില്ലാഹ് എന്തുമാവട്ടെ, അവരൊക്കെ പലപ്പോഴും കണ്ട് ദുആ വസിയത്ത് പറയാറുണ്ട്. ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഒരുപാട് പ്രായമായ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്കൊക്കെ വലിയ ആവേശമാണ് ഇവിടെ വരുമ്പോൾ. പലപ്പോഴും നമ്മൾ ഫ്ലൈറ്റിൽ വെച്ച് ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലോർക്കും, ഇവരൊക്കെ എന്തിനാ ഉംറക്ക് വരുന്നത്? കാരണം ഇവർക്ക് ഒന്ന് നടക്കാൻ പോലും ആവുന്നില്ല. ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. അത്രമാത്രം ബലഹീനരായ ഉമ്മമാരും വല്ലുമ്മമാരും വല്ലുപ്പമാരുമൊക്കെ ഈ ഉംറക്ക് ഇവിടെ വന്നിട്ട് അവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. ആദ്യത്തെ ഉംറ കഴിയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു ആവേശമാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്നു, ഉസ്താദ് ഇനി എപ്പോഴാണ് അടുത്ത ഉംറ? ആയിഷാപ്പള്ളിയിൽ എപ്പോഴാണ് നമ്മൾ പോകുന്നത്? നമ്മൾ അറഫയിലൊന്ന് കാണാൻ എപ്പോഴാണ് പോകുന്നത്? നമ്മളിനി ഹുദൈബിയയിൽ എപ്പോഴാണ് പോകുന്നത്? നമ്മൾ ത്വായിഫിൽ എപ്പോഴാണ് പോകുന്നത്? ഇങ്ങനെ ഭയങ്കര ആവേശമാണ് ചില ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ. അതൊക്കെ അള്ളാഹു കൊടുക്കുന്നൊരു വലിയ ഫളിലാണ്. പക്ഷെ പല ചെറുപ്പക്കാരുണ്ട്, നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചൊക്കെ കാണുമ്പോൾ നല്ല തടിയുള്ള നല്ല ചെറുപ്പക്കാർ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. പലപ്പോഴും അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഒന്നാമത്തെ ഉംറ കഴിഞ്ഞ് ചിലപ്പോൾ പനി പിടിച്ച് അല്ലെങ്കിൽ ക്ഷീണം സംഭവിച്ച് റൂമിൽ തന്നെ കിടന്നു പോകുന്ന അവസ്ഥയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് എങ്കിൽ അള്ളാഹു തആല എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇതൊക്കെ ഒരു തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്. പിന്നെ ഇവിടെ പല ആളുകളും വന്നിട്ട് ഒരുപാട് ഉംറ ചെയ്യും. അതിൽ വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നല്ല ഇഖ്ലാസോടെ തഖ്വയോടെ ഒരു ഉംറ ചെയ്താൽ തന്നെ അത് അള്ളാഹു കബൂലാക്കിയാൽ അതും അത് നമ്മുടെ ജീവിതം വിജയിക്കാൻ. പല ആളുകളും 5-6 ഉംറയൊക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ വലിയൊരു ഫളിലാണ്. അള്ളാഹു തആല അവരുടെ ശരീരത്തിന് വലിയ ത്വാഖത്ത് കൊടുത്താൽ മാത്രമേ നമുക്കങ്ങനെ 6-7 ഒക്കെ ഉംറ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും തിരക്കുകളിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉംറയുമായി ബന്ധപ്പെട്ട പൈസകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിയാതെ നല്ല ആഗ്രഹം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് പൈസയൊക്കെ സ്വരൂപിച്ച് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്കിവിടെ വരണം. അള്ളാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല ആഗ്രഹത്തോടു കൂടി വന്നാൽ നമുക്ക് ഒരുപാട് ഉംറ ചെയ്യുവാൻ സാധിക്കും. മാത്രമല്ല ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നു ഇവിടെ വരുമ്പോൾ പല ആളുകളും ക്ലൈമറ്റ് പിടിക്കാതെ പനിയായി അല്ലെങ്കിൽ ജലദോഷമായി കിടന്നാൽ പോലും ആ മനസ്സിൽ വലിയൊരു നീയത്തുള്ളത് കൊണ്ട്, ആ വലിയ ആഗ്രഹമുള്ളത് കൊണ്ട് അള്ളാഹു അതിൻ്റെ വലിയ പ്രതിഫലം നൽകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മനസ്സിൽ നീയത്ത് വെക്കുക. പോയവർക്ക് ഇനിയും പോവാനും പോവാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അള്ളാഹുവിലേക്ക് വലിയ തവക്കുലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതുക. നമുക്കെല്ലാവർക്കും ഇവിടെ എത്താൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകളെ കാണുവാൻ സാധിച്ചു. ഇങ്ങനെ നമ്മൾ ഈ ഹറമിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ വലതുഭാഗത്ത് നോക്കുമ്പോൾ കറുകറുത്ത ആഫ്രിക്കക്കാരനായ ഒരു സഹോദരനാണ്, ഇടതുഭാഗത്ത് നോക്കുമ്പോൾ വെളുവെളുത്ത പോളണ്ടുകാരനായ സഹോദരനാണ്. രണ്ടുപേരോടും സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. കാരണം അവരുടെയൊക്കെ നാടുകളിൽ പല വർണ്ണവിവേചനങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പരിശുദ്ധമായ ഇസ്ലാം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട്, മനുഷ്യരോട്, ലോക ജനതയോട് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇവിടെ വർണ്ണത്തിൻ്റെ ഒരു വിവേചനമില്ല, ഭാഷയുടെ ഒരു വിവേചനമില്ല, നിറത്തിൻ്റെ ഒരു വിവേചനമില്ല. പൊക്കമുള്ളവനും പൊക്കമില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, അറബിയും അനറബിയും എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്ന് നിസ്കരിക്കുന്ന, തോളോട് തോള് ചേർന്ന് ത്വവാഫ് ചെയ്യുന്ന, തോളോട് തോള് ചേർന്ന് സഅയ് ചെയ്യുന്ന വലിയ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ പരിശുദ്ധമായ ഹറമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 2ാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്.
മാത്രമല്ല രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ സമയത്തിൻ്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധമായ റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസമായ ഈ റജബിൽ ഒരുപാട് ദിക്റുകളും ഒരുപാട് സ്വലാത്തുകളും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ രാവും പകലുമെല്ലാം ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ വരുമ്പോൾ അൽഹംദുലില്ലാഹ് മനസ്സ് നിറയുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചു എന്ന് ഇവിടെ വന്ന് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ത്വായിഫിലേക്ക് നബി തങ്ങൾ പോയി എന്ന ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ത്വായിഫിലേക്ക് ഞങ്ങൾ പോയി ഏകദേശം ഒരു 1.5 മണിക്കൂറോളമുണ്ട്. ചുരം കയറിയും പോവാം, ചുരം കയറാതെയും പോകാം. ചുരം കയറിയാണ് ഞങ്ങൾ പോയത്. അള്ളാഹുവേ, എന്താ ഒരു യാത്ര! പല ആളുകൾക്കും അതൊരു മശക്കത്തായിട്ട് ഒരു പ്രയാസമുള്ള യാത്രയായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ കിലോമീറ്ററോളം നീളമുള്ള ആ ത്വായിഫിലേക്ക് അള്ളാഹിൻ്റെ റസൂൽ നടന്ന് ചെന്നിട്ടോ ഒരുപാട് പ്രയാസങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് ചെന്നു. തൻ്റെ ഉമ്മയുടെ നാടാണ് ത്വായിഫ്. അവിടെ പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നു. അപ്പോൾ സ്വന്തം മാമമാരും, അതായത് ഉമ്മയുടെ ആങ്ങള ആമിന ബീവിയുടെ ആങ്ങളമാരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളും കല്ലെറിഞ്ഞുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രമാത്രം പീഡനങ്ങളും അത്രമാത്രം പ്രയാസങ്ങളും സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തോട്ടത്തിൽ വന്നിരുന്നു. ആ തോട്ടത്തിൽ അവിടെ ഒരു പള്ളി ഇപ്പോഴുമുണ്ട്. മസ്ജിദു അദ്ദാസ് എന്നാണ് ആ പള്ളിയുടെ പേര്. അതിനുശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുർ റസൂൽ എന്ന് പറഞ്ഞ് ഒരു പള്ളിയും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രപ്രസിദ്ധമായൊരു പള്ളിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പള്ളികൾ, പുരാതനമായ ഒരുപാട് പള്ളികൾ, ഒരുപാട് സ്ഥലങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഹിറാ ഗുഹ, സൗറു ഗുഹ, അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവം. മഹദിയായ ഖദീജ ബീവി ഉൾപ്പെടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള എത്രത്തോളം ഒരുപാട് മലയാളികൾ, നമ്മുടെ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഉൾപ്പെടെ ഉള്ള മലയാളികൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ജന്നത്തുൽ മുഅല്ല നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു, അവിടെയൊക്കെ സിയാറത്ത് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള അവസരങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധി, മക്കക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. അതാണ് ഹുദൈബിയ സന്ധി. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ആ ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം, അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ പോയി ഇഹ്റാം കെട്ടിയിട്ട് ഒരു ഉംറ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ത്വായിഫിൽ പോയിട്ട് അവിടെ വെച്ച് നമ്മൾ ഇഹ്റാം ചെയ്തിട്ട് ഉംറ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പള്ളികൾ, അതൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വലിയൊരു നല്ല പ്രദേശമാണ് മക്ക എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഇവിടെ വരാൻ സാധിച്ചു. പരിശുദ്ധമായ റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാനും ദ്വാരക്കാം. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും പകലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഒരുപാട് ദിക്റുകൾ പറയുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ. ഈ പറയപ്പെട്ട സ്വലാത്തുൽ അദദ് ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർത്തില്ലെങ്കിലും നമുക്കത് പറയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചു തരികയാണ്. ഇന്ന് മഗ്രിബ് മുതൽ നാളത്തെ മഗ്രിബിന് തൊട്ട് മുമ്പ് വരെ, അതായത് വെള്ളിയാഴ്ച രാവിലും പകലിലും, അതാണ് ഉദ്ദേശം. അതായത് ഇന്ന് മഗ്രിബ് തുടങ്ങി ഇശ, സുബഹി, പിന്നെ ജുമാ, പിന്നെ അസർ, പിന്നെ മഗ്രിബിൻ്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ അന്നമൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവന് നൂറ് കൊടുക്കുന്ന ഒരു പ്രകാശം കൊടുക്കുന്നതാണ്. ആ പ്രകാശം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. മാത്രമല്ല പ്രയാസങ്ങൾ, കടങ്ങൾ, ദുഃഖം, സങ്കടം, രോഗം, ഭയം, പ്രസവം എളുപ്പമാകൽ, ജോലി ശരിയാവൽ, വീട് പണി പെട്ടെന്ന് ആവൽ, പരീക്ഷ എളുപ്പമാകൽ, ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല അതിൻ്റേതായ സൊല്യൂഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സൂറത്തുൽ ഇഖ്ലാസ് റജബ് മാസത്തിൽ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകല് ഇന്ന് ഓതിയാൽ വളരെ ശ്രേഷ്ഠമാണ്.
അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട മൊത്തത്തിലുള്ള സുന്നത്തുകളുണ്ട്. വെള്ളിയാഴ്ച സുന്നത്തായ സൂറത്തുൽ കഹ്ഫ് ഓതുക, സ്വലാത്ത് പറയുക, അതുപോലെ ദിക്റുകൾ പറയുക, സ്വതക്കകൾ കൊടുക്കുക, മരിച്ചവരെ സിയാറത്ത് ചെയ്യുക, മറ്റുള്ളവരെ കാണുമ്പോൾ സലാം പറയുക, കുടുംബ ബന്ധം ചേർക്കുക, അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് വരിക, നഖം അതുപോലെ മറ്റു രോമങ്ങൾ നീക്കുക തുടങ്ങിയ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി, നിയ്യത്ത് വെച്ചുള്ള കുളി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യം ഇത് മതി നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. ഒന്ന് സ്വലാത്ത്, രണ്ടാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകൾ ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഈ പരിശുദ്ധമായ ഹറമുകളിൽ വരാനും ഇവിടെയെല്ലാം വന്ന് പരിശുദ്ധമായ ഉംറ കർമ്മം, അതുപോലെ ഹജ്ജിൻ്റെ കർമ്മം, അതുപോലെ മുത്ത് റസൂലിൻ്റെ സിയാറത്ത് എല്ലാത്തിനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ആരൊക്കെ ദുആവസിയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും അല്ലാതെയുമൊക്കെ പള്ളിയിലും വെച്ച് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹറിനെ തൊട്ട് കാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് വട്ടം ഈ ഹറമുകളിൽ വന്ന് പരിശുദ്ധമായ ഉംറ കർമ്മം, ഹജ്ജിൻ്റെ കർമ്മം, അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ റൗള സിയാറത്ത് എല്ലാത്തിനും അല്ലാഹു തആല ഒരുപാട് തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവെ, കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ ഖൈറായത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ റജബ് മാസത്തിൻ്റെ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട, അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, പറയേണ്ട ഒരു കൂട്ടം അമലുകളുണ്ട്. ആ ഒരു കൂട്ടം അമലുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. റജബ് മാസവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ അത് മുഴുവനും പറഞ്ഞിട്ടുള്ള ആ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.